ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. പുത്തൻ സാങ്കേതിക വിദ്യകളെ ഇന്ത്യ എന്നും സ്വാഗതം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണയാണ് സർക്കാർ നൽകി വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തദ്ദേശ ദിനാഘോഷ സമാപന സമ്മേളനം മുഖ്യമന്ത്രി കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ 26,000-ഓളം അധ്യാപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയതായി മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. റംസാൻ മാസത്തെ പ്രാർത്ഥനാപൂർവ്വം വരവേറ്റ വിശ്വാസികൾ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന. ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. വനിതാ T20 ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ-ഓസ്ട്രേലിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. പുത്തൻ സാങ്കേതിക വിദ്യകളെ ഇന്ത്യ എന്നും സ്വാഗതം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സമ്മിറ്റിൽ യുവജനങ്ങളുടെ വലിയ രീതിയിലുള്ള പങ്കാളിത്തത്തെയും പ്രധാനമന്ത്രി അനുമോദിച്ചു. इस समिट का भारत में होना भारत के साथ ही पूरे ग्लोबल साउथ के लिए गर्व का विषय है. दुनिया के कोने कोने से यहां आए महानुभाव इसकी सफलता को नई ऊंचाई पर ले जा रहे हैं. इसमें यंग जनरेशन की जो उपस्थिति हमने देखी है वो एक नया विश्वास पैदा करती है. പൊതുജനങ്ങളുടെ സേവനത്തിനായി AI സ്റ്റാക്ക് നിർമ്മാണത്തിൽ സർക്കാർ പ്രവർത്തിച്ചു വരികയാണെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്, ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ തുടങ്ങിയവരും ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണയാണ് സർക്കാർ നൽകി വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ തദ്ദേശ ദിനാഘോഷത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംരംഭക മേഖലയില്, തൊഴിൽ മേഖലയില് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുവെന്നതാണ് കാണേണ്ടത്. നേട്ടങ്ങൾ നല്ല രീതിയിൽ കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ അവസാനിപ്പിക്കുകയല്ല. ഇനിയും നമുക്ക് കൂടുതൽ മെച്ചപ്പെടേണ്ട മേഖലകൾ പലതുമുണ്ട്. അതുകൊണ്ട് തന്നെ അവയിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. K-സ്മാർട്ടിലൂടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഏറ്റവും വേഗം ലഭ്യമായി തുടങ്ങിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വരാജ് ട്രോഫി, മഹാത്മാ പുരസ്കാരം, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം, സ്വരാജ് മാധ്യമ പുരസ്കാരം, ലൈഫ് മിഷൻ പുരസ്കാരം, ശുചിത്വ ഗ്രേഡിംഗ് പുരസ്കാരം എന്നിവ മന്ത്രി MP രാജേഷ് വിതരണം ചെയ്തു. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ 26,000-ഓളം അധ്യാപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയതായി മന്ത്രി വി ശിവൻകുട്ടി. ക്വാണ്ടം സെഞ്ചുറി സയൻസ് എക്സിബിഷൻ തിരുവനന്തപുരം ഗവൺമെന്റ് വുമൻസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഉത്തരവ് നേരത്തെയാകാമായിരുന്നുവെന്ന ആരോപണത്തിൽ പ്രതികരിക്കുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു. ഈ മാസം 24 വരെയാണ് ക്വാണ്ടം സെഞ്ചുറി സയൻസ് എക്സിബിഷൻ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നാളെ നടക്കും. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് യോഗം. അംഗീകൃത ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ചെന്ന പരാതിയിൽ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ശേഷം കുഞ്ഞിന്റെ മൃതദേഹം മാതാപിതാക്കൾക്ക് വിട്ടുനൽകും. അതേസമയം ഡോക്ടർമാരുടെ അന്വേഷണ സമിതി കുഞ്ഞിന്റെ അച്ഛന്റെയും അമ്മയുടെയും മൊഴിയെടുത്തു. അതേസമയം കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറെയും ആശുപത്രി സൂപ്രണ്ടിനെയും ആക്രമിക്കുകയും ബന്ദികളാക്കുകയും ചെയ്ത സംഭവത്തിൽ KGMOയെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ളവ ബഹിഷ്കരിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അക്രമ സംഭവങ്ങളെ KGMOയെ അപലപിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് പത്മകുമാർ ഹർജി നൽകിയിരിക്കുന്നത്. നാളെ ജാമ്യം ലഭിച്ചാലും ദ്വാരപാലക ശില്പ കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ പത്മകുമാർ ജയിൽ മോചിതനാകാൻ സാധിക്കില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 22-ന്. പരിപാടിയുടെ 131-ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ അറിയിക്കാം. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തന മികവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിലെ 3 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പുരസ്കാരം ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ കണ്ണൂർ ജില്ലയിലെ കതിരൂർ ഗ്രാമപഞ്ചായത്തിനാണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനം കണ്ണൂരിലെ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിനും 3ാം സ്ഥാനം തൃശൂർ ജില്ലയിലെ കൊടകര ഗ്രാമപഞ്ചായത്തിനുമാണ്. നഗരസഭാ വിഭാഗത്തിൽ 1ാം സ്ഥാനം ഗുരുവായൂർ നഗരസഭയ്ക്കും 2ാം സ്ഥാനം കുന്നംകുളം നഗരസഭയ്ക്കും 3ാം സ്ഥാനം ആന്തൂർ നഗരസഭയ്ക്കും ലഭിച്ചു. സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തന മികവിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത്. കേരളത്തിൽ അൾട്രാവയലറ്റ് വികിരണ തോത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. പകൽ 10 മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. പുണ്യമാസത്തിലേക്ക് കടന്ന വിശ്വാസികൾ. സംസ്ഥാനത്ത് റംസാൻ വ്രതം ഇന്ന് ആരംഭിച്ചു. സംസ്ഥാനത്തെ പള്ളികളിൽ ഇന്നലെ മുതൽ റംസാൻ പ്രാർത്ഥനകൾക്ക് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. വ്രതശുദ്ധിയുടെ 30 ദിനരാത്രങ്ങൾക്കാണ് തുടക്കമായത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കി വ്രതമനുഷ്ഠിക്കുകയും പ്രാർത്ഥനകൾ മുഴുകുകയും പുണ്യകർമ്മങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്നു. നോമ്പുതുറ സമയം ഇഫ്താർ സംഗമവും നടക്കും. രാത്രിയിൽ പ്രത്യേക നമസ്കാരവും ഉണ്ടാവും. മനസ്സിനെയും ആത്മാവിനെയും സംസ്കരിച്ചെടുത്ത് ജീവിത വിശുദ്ധി പുലർത്തുക എന്നതാണ് റംദാൻ കൊണ്ട് ലക്ഷ്യമിടുന്നത്. പ്രത്യേക ദാനകർമ്മങ്ങൾ ഈ മാസത്തിൽ പുണ്യകർമ്മമാണ്. ആത്മസമർപ്പണത്തിലൂടെയും കാരുണ്യത്തിന്റെയും സന്ദേശം പകരുന്നതാണ് റംദാൻ. രാജ്യത്തെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും റംസാൻ ആശംസകൾ നേർന്നു. വനിതാ T20 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. കാൻബറയിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45-നാണ് മത്സരം. സിഡ്നിയിൽ നടന്ന ആദ്യ T20യിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസ് ഇറ്റലി മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് 18.4 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എടുത്തിട്ടുണ്ട്. കൊളംബോയിൽ ഇന്ന് ഉച്ചയ്ക്ക് 3-ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സിംബാബ്വേയെ നേരിടും. വൈകിട്ട് 7-ന് ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ അഫ്ഗാനിസ്ഥാൻ കാനഡയുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ നെതർലൻഡ്സിനെ 17 റൺസിന് തോൽപ്പിച്ചിരുന്നു. ഇടുക്കി കൊമ്പൊടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ വീടിന് തീപിടിച്ച് മരിച്ച സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ച് DYSP ജോയി മാത്യുവിനാണ് അന്വേഷണ ചുമതല. പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന ജനകീയ സമിതിയുടെ പരാതിയെ തുടർന്നാണ് നടപടി. അതേസമയം കേസ് അന്വേഷണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് നാളെ കൊന്നത്തടി പഞ്ചായത്തിൽ ജനകീയ സമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് ഹർത്താൽ. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയായ KGM-CTA ആഹ്വാനം ചെയ്ത അനിശ്ചിതകാല OP ബഹിഷ്കരണം തുടരുന്നതിനോടൊപ്പം ഇന്നു മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കുമെന്ന് ഭാരവാഹികൾ പ്രസ്താവനയിൽ അറിയിച്ചു. 3 ദിവസമായി തുടരുന്ന OP ബഹിഷ്കരണവും അധ്യാപന ബഹിഷ്കരണവും മൂലം PG വിദ്യാർത്ഥികളും ഹൌസ് സർജൻമാരുമാണ് OPയിൽ രോഗികളെ പരിശോധിക്കുന്നത്. വോട്ടർ ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഇലക്ട്രോ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടവകാശത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 739 പോയിന്റ് താഴ്ന്ന് 82,995-ലും നിഫ്റ്റി 216 പോയിന്റ് താഴ്ന്ന് 27,604-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 210 രൂപ കൂടി 14,345-ഉം പവന് 1,680 രൂപ കൂടി 1,14,760 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തൻ സാങ്കേതിക വിദ്യകളെ ഇന്ത്യ എന്നും സ്വാഗതം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണയാണ് സർക്കാർ നൽകിവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തദ്ദേശ ദിനാഘോഷ സമാപന സമ്മേളനം മുഖ്യമന്ത്രി കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ 26,000-ഓളം അധ്യാപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയതായി മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും.
റംസാൻ മാസത്തെ പ്രാർത്ഥനാപൂർവ്വം വരവേറ്റ വിശ്വാസികൾ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. വനിതാ T20 ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.